എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് 144 പേജിൽ വാട്ട് കൈൻഡ് ഓഫ് ബോഡി മൊളുസ്ക ഹാവ്, ഏത് തരത്തിലുള്ള ബോഡിയാണ് മൊളുസ്കായ്ക്ക് എന്ന് പറയുന്ന ജീവജാലത്തിനുള്ളത്. നിങ്ങൾ നോക്കുക, 144 പേജിൽ എന്താണ് പറയുന്നത്, ജസ്റ്റ് മുകളിൽ ഇലിസ്ട്രേഷൻ 6.3b എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് മുകളിലാണ് മൊളസ്കായുടെ ചിത്രം തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും അതിനകത്തേക്ക് കടന്നു വരിക. ഓക്കെ, ആ ചിത്രം എടുത്ത് വയ്ക്കുക. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് ബോഡി മൊളുസ്ക ഹാവ്, ഏത് തരത്തിലുള്ള ബോഡിയാണ് മൊളസ്കായ്ക്കുള്ളത്. മൊളസ്ക ഹാവ് എ മാൻഡിൽ ഓർ മാസ് ഓഫ് സോഫ്റ്റ് ഫ്ലഷ് ഓർ ബോഡി, അതായത് മൊളസ്കയ്ക്ക് എങ്ങനെയുള്ളതാണ്, മൃദുലമായിട്ടുള്ള ഒരു ശരീരമാണ് അവയ്ക്കുള്ളത്. ഓക്കെ, മൃദു ശരീരമാണ് എന്തിനുള്ളത്, ഈ മൊളസ്ക എന്ന് പറയുന്ന ജീവജാലങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, ഹാവ് എ മാൻഡിൽ ഓർ മാസ് ഓഫ് സോഫ്റ്റ് ഫ്ലഷ്, അതായത് വളരെ ഒരു സോഫ്റ്റ് ഫ്ലഷ്, വളരെ മൃദുലമായിട്ടുള്ള ഫ്ലഷ് അല്ലെങ്കിൽ മാംസമാണ് അവയ്ക്കുള്ളത്. ഓക്കെ, ഇനി 121, വാട്ട് ഈസ് ദ സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് മൊളുസ്ക, മൊളുസ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്. ഇൻ മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി, ഈ മൊളുസ്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ മൊളുസ്കയുടെയും ശരീരത്തെ പൊതിഞ്ഞ കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു കവചം ഉണ്ടായിരിക്കും. ഇൻ മോസ്റ്റ് ഓർഗാനിസം, മിക്കവാറും മൊളുസ്കയിലുള്ള ആ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്, അതായത് ഒരു കവചം മെയ്ഡ് ഓഫ് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, കാൽസ്യം കാർബണേറ്റ് കൊണ്ട് കവേഴ്സ് ദ ബോഡി, അതിൻ്റെ ശരീരത്തെ അത് കവർ ചെയ്യുന്നു. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മൊളുസ്ക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ്, നമ്മളോട് മൊളുസ്കയ്ക്ക് ഉദാഹരണം പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, മൊളുസ്കയ്ക്ക് ഉദാഹരണം ഏതെല്ലാമാണ്. ദ എക്സാമ്പിൾ ഫോർ മൊളുസ്ക ആർ സ്നെയിൽ, ഒക്ടോപ്പസ് ആൻഡ് ക്ലാം, അതായത് മൊളുസ്കയ്ക്ക് ഉദാഹരണമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നെയിൽ അല്ലെങ്കിൽ ഒച്ച എന്ന് പറയും, ഒക്ടോപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരാളി എന്ന് പറയും, അതുപോലെ തന്നെ ക്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, കക്ക എന്ന് പറയുന്നു. അപ്പോൾ ഇവയെല്ലാം അതിന് നല്ല ഒരു ഉദാഹരണമാണ്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന പിക്ചറിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, ആ പിക്ചർ അത് ഏതാണെന്ന് നോക്കിക്കേ, എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ജീവജാലമാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എക്കിനോഡെർമേറ്റ, എന്താകുന്നു എക്കിനോഡെർമേറ്റ. ഓക്കെ, എക്കിനോഡെർമേറ്റ ഈസ് ഓഫ് എ വെറൈറ്റി ഓഫ് ഇൻവെർട്ടബ്രേറ്റ് മറിയൻ അനിമൽ ബിലോങ്സ് ടു ദ ഫൈലം എക്കിനോഡെർമേറ്റ, അതായത് എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നത് ഒരു കൂട്ടം ജീവജാലങ്ങളാണ്. ഓക്കെ, അവയ്ക്കൊരു പ്രത്യേകത എന്താണ്, അവ ഇൻവെർട്ടിബ്രേറ്റ് ആണ്, അതുപോലെ തന്നെ മരിയൻ അനിമലാണ്, അതായത് കടൽ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ബിലോങ്സ് ടു ദ ഫൈലം എക്കിനോഡെർമേറ്റ, അതായത് അവ ഫൈലം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്, എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കിനോഡെർമേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകുന്നു എക്കിനോഡെർമേറ്റയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ എഴുതാം, എക്കിനോഡെർമേറ്റ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാർഡ് സ്പിന്നി കവറിങ് ഓർ സ്കിൻ, അതായത് അവയുടെ ഒരു പ്രത്യേകത എന്താണ്, മുള്ളുകളോട് കൂടിയിട്ടുള്ള കട്ടിയുള്ള ശരീരത്തിൻ്റെ ആവരണമാണ് അവയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ എക്കിനോഡെർമേറ്റയുടെ പ്രത്യേകത എന്താണ്, അവയ്ക്ക് ദെയർ ക്യാരക്ടർ ഹാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ളത്, സ്പിന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളു പോലെയുള്ളത്, കവറിങ് ഓർ സ്കിൻ, അതായത് മുള്ളു പോലെയുള്ള സ്കിന്നുകളോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സ്കിന്നുകളോ ഉള്ളതാണ്. ഓക്കെ, ഇനി 125, റൈറ്റ് എക്സാമ്പിൾ ഫോർ എക്കിനോഡെർമേറ്റ, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്കിനോഡെർമേറ്റയ്ക്ക് ഉദാഹരണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾസ് ഫോർ എക്കിനോഡെർമേറ്റ ആർ, അതായത് എക്കിനോഡെർമേറ്റയ്ക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, സീ ഉർച്ചിൻ അല്ലെങ്കിൽ കടൽ ചേന എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷും എക്കിനോഡെർമേറ്റയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി നമ്മൾ ഏറ്റവും മുകളിലൊരു വാക്ക് കണ്ടായിരുന്നു, ഈ എക്കിനോഡെർമേറ്റാസ് ഇൻവെർട്ടിബ്രേറ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ചോദ്യം, എന്താകുന്നു ഇൻവെർട്ടിബ്രേറ്റ്. ഇൻവെർട്ടിബ്രേറ്റ്സ് ആർ അനിമൽസ് ലാക്കിംഗ് എ ബാക്ക് ബോൺ, അതായത് ഇൻവെർട്ടിബ്രേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് ബാക്ക് ബോൺ അല്ലെങ്കിൽ തണ്ടൽ അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തതായിട്ട് 127 ചോദ്യം, വാട്ട് ആർ ദ എക്സാമ്പിൾ ഫോർ ഇൻവെർട്ടിബ്രേറ്റ്, അതായത് നട്ടലില്ലാത്ത ജീവജാലങ്ങൾക്ക് ഉദാഹരണം പറയുകയാണ് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ ഫോർ ഇൻവെർട്ടിബ്രേറ്റ് ആർ ആർത്രോപോഡ്, മൊളുസ്ക, അനിൽഡ് തുടങ്ങിയ ജീവജാലങ്ങൾ എല്ലാം എന്താണ്, നട്ടലില്ലാത്ത ജീവജാലങ്ങൾക്ക് ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു ആ ഭാഗം മനസ്സിലായെന്ന്. ഇനി 144 പേജിൽ കഴിഞ്ഞ് 145 പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഏതാണ്, കോർഡെറ്റ എന്ന് പറയുന്ന ജീവജാലത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 145 പേജിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് കോർഡെറ്റ, എന്താകുന്നു കോർഡെറ്റ. കോർഡെറ്റാസ് ആർ ഓർഗാനിസംസ്
അവ ജീവജാലങ്ങളാകുന്നു. വിത്ത് റോഡ് ഷേപ്ഡ് നോട്രോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം. അവയ്ക്ക് എന്താണ് പ്രത്യേകത? ഒരു റോഡ് പോലെ അല്ലെങ്കിൽ ഒരു ദണ്ട് പോലെ ഒരു നോട്രോകോഡ് അല്ലെങ്കിൽ ഒരു വെർട്ടിബ്രൽ കോളം, അതായത് ഒരു തണ്ടൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പുറത്തുണ്ടാകുന്ന ഒരു സ്പൈനൽ കോഡ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്പൈനൽ കോഡ് ഉള്ള ജീവജാലങ്ങൾക്ക് പറയുന്ന പേരാണ് കോർഡേറ്റ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ കോർഡേറ്റ? ഈ തണ്ടൽ പോലെയുള്ള ഇതുള്ള ജീവജാലങ്ങൾക്ക് ഉദാഹരണം പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾസ് ഫോർ കോർഡേറ്റാസ് ആർ മാൻ, ഫിഷ്, ഫ്രോഗ്. അതായത് കോർഡേറ്റയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് മനുഷ്യനെ പറയാം, ഫിഷിനെ പറയാം, ഫ്രോഗിനെ പറയാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫൈലം? ഫൈലം എന്ന് വെച്ചാൽ എന്താണ്? ഫൈലം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിത്ത് സെർട്ടൻ ഡിഗ്രി ഓഫ് മോർഫോളജിക്കൽ. അതായത് മോർഫോളജിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. അതായത് ഈ ഇന്റേണൽ സ്ട്രക്ചർ, അതായത് ഒരു സാധനത്തിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയുണ്ട് എന്നുള്ളതിനെയാണ്. അപ്പോൾ ഫൈലം എന്ന് പറയുന്നത് സെർട്ടൻ ഡിഗ്രി ഓഫ് മോർഫോളജിക്കൽ ഓർ ഡെവലപ്മെൻറ്റൽ സിമിലാരിറ്റി. അപ്പോൾ ഒരു ഫൈലം എന്ന് പറയുന്നത് ഒരു ജീവജാലത്തിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് അത് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അത് രൂപപ്പെട്ടു വരുമ്പോൾ സിമിലാരിറ്റി ഉള്ളത്, ഓർ ആസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള ഒരു ബന്ധത്തെ ഒരു പരിണാമത്തിൻ്റെ ബന്ധമായിട്ട് കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാണുകയും അവയെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ഫൈലം എന്ന് പറയുന്നത്. വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫൈലം ഹാസ്? അതായത് ഫൈലം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ജാലങ്ങൾ പരസ്പരം എന്ത് ബന്ധമാണുള്ളത്? ഫൈലം ഹാസ് എ സെർട്ടൻ ഡിഗ്രി ഓഫ് മോർഫോളജിക്കൽ ഓർ ഡെവലപ്മെൻറ്റൽ സിമിലാരിറ്റി. അതായത് ഈ ഫൈലം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾക്ക് എന്താണ്? ഒരു മോർഫോളജിക്കൽ ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിമിലാരിറ്റി ഒരുപോലെ ഇരിക്കുന്നുണ്ടാവും. ഓർ ആസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് ആൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവയ്ക്ക് ഒരു എവല്യൂഷണറി, അതായത് പരിണാമത്തിൽ ഒരു ബന്ധമുണ്ടായി. പരിണാമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവ ഒരു കോമൺ ആൻസസ്ട്രയിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 132ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് വാട്ട് ഈസ് നോട്രോകോഡ്? എന്താകുന്നു നോട്രോകോഡ്? നോട്രോകോഡ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് വെർട്ടിബ്രൽ കോളം. അതായത് നോട്രോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദണ്ട് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. അത് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ തണ്ടലിൻ്റെ അല്ലെങ്കിൽ നട്ടലിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്നവയാണ്. ഡ്യൂറിംഗ് ദ എയർലി സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. അത് എപ്പോഴാണ് കാണപ്പെടുന്നത്? സാധാരണയായിട്ട് വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിലാണ്, എയർലി സ്റ്റേജ് ആദ്യ കാലഘട്ടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓർ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ആൻ അനിമൽ, അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് അല്ലെങ്കിൽ ഒരു അനിമലിൻ്റെ അല്ലെങ്കിൽ ഒരു ജന്തുവിൻ്റെ ജീവിതകാലം മുഴുവൻ. ഇൻ ദ ഫൈലം കോർഡേറ്റ, അതായത് ഫൈലം കോർഡേറ്റ ഫൈലം കോർഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ജീവജാലങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കാണപ്പെടുന്ന ഒരു നട്ടല് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ആണ് എന്ന് പറയുന്നത് നോട്രോകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് വെർട്ടിബ്രൽ കോളം? അപ്പോൾ ഇനി നമ്മളോട് ചോദിക്കുന്നത് വെർട്ടിബ്രൽ കോളം എന്താണ്? വെർട്ടിബ്രൽ കോളം ഈസ് ദ ബോൺ, മസിൽസ്, ടെൻഡേഴ്സ് ആൻഡ് അതർ ടിഷ്യൂസ് ദാറ്റ് റീച്ച് ഫ്രം ദ ബേസ് ഓഫ് ദ സ്കൾ ടു ദ ടെയിൽ ബോൺ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിൻ്റെ കീഴേ മുതൽ ടെയിൽ ബോൺ വരെ പോകുന്ന എന്തെല്ലാം സാധനം, ബോണുകളും മസിലുകളും ടെൻഡൻസും എല്ലാം കൂടി ചേർന്നിരിക്കുന്നതിനെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വെർട്ടിബ്രൽ കോളം എൻക്ലോസസ് വാട്ട്? എന്താണ് ഈ വെർട്ടിബ്രൽ കോളം കവർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചിരിക്കുന്നത്? ദ വെർട്ടിബ്രൽ കോളം എൻക്ലോസസ് എ സ്പൈനൽ കോഡ്. അതായത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അത് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്പൈനൽ കോഡാണ്. ആൻഡ് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ സ്പൈനൽ കോഡ്. അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിനെ സറൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ജെല്ലി പോലെയുള്ള ആ ഒരു ദ്രാവക പദാർത്ഥത്തെയുമാണ് എന്ത് ചെയ്യുന്നത്? വെർട്ടിബ്രൽ കോളം എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദ അതർ നെയിംസ് ഓഫ് വെർട്ടിബ്രൽ കോളം? അതായത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അതർ നെയിംസ് ഓഫ് വെർട്ടിബ്രൽ കോളം ആർ ബാക്ക് ബോൺ, സ്പൈനൽ കോളം ആൻഡ് സ്പൈൻ. അതായത് വെർട്ടിബ്രൽ കോളത്തിന് പറയാവുന്ന മറ്റ് പേരുകളാണ് ബാക്ക് ബോൺ, സ്പൈനൽ കോളം ആൻഡ് സ്പൈൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി 136 വാട്ട് ഈസ് ഫൈലം കോർഡേറ്റ? എന്താകുന്നു ഫൈലം കോർഡേറ്റ? ഫൈലം കോർഡേറ്റ ബിലോങ്സ് ടു ദ കിങ്ഡം ഓഫ് അനിമൽസ്. അതായത് ഫൈലം കോർഡേറ്റ ഏതാണ്? ബിലോങ്സ് ടു, അത് ഉൾപ്പെട്ടിരിക്കുന്നത് കിങ്ഡം ഓഫ് അനിമൽസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ വെർട്ടിബ്രേറ്റ്. അത് എല്ലാ നട്ടലുള്ള ജീവികളെയും ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അനിമൽസ് വിത്ത് ബാക്ക് ബോൺ, അതായത് നട്ടലുള്ള എല്ലാ ജീവികളെയും കൂടി. അപ്പോൾ ഫൈലം കോർഡേറ്റ എന്ന് വെച്ചാൽ നട്ടലുള്ള എല്ലാ ജീവികളും ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഫൈലം കോർഡേറ്റ. ഓക്കെ, ഇനി 137 വാട്ട് ഈസ് വെർട്ടിബ്രേറ്റ്? എന്താകുന്നു വെർട്ടിബ്രേറ്റ്? വെർട്ടിബ്രേറ്റ്സ് ആർ അനിമൽസ് വിത്ത് ബാക്ക് ബോൺ. അതായത് വെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കൾ എന്താണ്? ബാക്ക് ബോണോട് കൂടി അല്ലെങ്കിൽ നട്ടലോട് കൂടിയ ജന്തുക്കളെ പറയുന്ന പേരാണ് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഫൈലം, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ ഫൈലം കോർഡേറ്റ ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം? എങ്ങനെയാണ് ഫൈലം കോർഡേറ്റയ്ക്ക് ഈ പേര് ലഭിച്ചത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫൈലം കോർഡേറ്റ ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നോട്രോകോഡ്. അതായത് ഫൈലം കോർഡേറ്റയിലെ ജീവജാലങ്ങൾക്ക് ആ പേര് കിട്ടുവാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ പ്രസൻസ്, അവയുടെ സാന്നിധ്യം കൊണ്ട്. എന്തിൻ്റെ സാന്നിധ്യം കൊണ്ട്? ഓഫ് ദ നോട്രോകോഡ്. നോട്രോകോഡ് എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ പ്രസൻസ് ഉള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ഇനി 139ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ 3 സബ് ഫൈലം ഓഫ് ഫൈലം കോർഡേറ്റ?
കോർഡേറ്റ ഏതെല്ലാമാണ് ഫൈലം കോർഡേറ്റയുടെ 3 സബ് ഫൈലങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ് ഫൈലം ഏതെല്ലാമാണ് ഫൈലം കോർഡേറ്റയുടെ സബ് ഫൈലങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഏതെല്ലാമാണ്? യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നിവ. അപ്പോൾ ഏതെല്ലാമാണ്? യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ ആർ ദ 3 സബ് ഫൈല ഓഫ് ഫൈലം കോർഡേറ്റ. ഇവ 3മാണ് ഫൈലം കോർഡേറ്റയിലെ സബ് ഫൈലങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ.